ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ മാനസ വിചാരിച്ചതുപോലെ നടക്കുമെന്നാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃഷിനെയും കൺമണിയും ഒരിക്കലും ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ആൻറ്റിയോട് പറയുന്നുണ്ട്. പിന്നെ ആൻറ്റിയമ്മ ഇന്ന് അവർ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അവർ രണ്ടുപേരും ഒരു റൂമിലായിരിക്കില്ലേ താമസിച്ചിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും നടക്കില്ല മാനസ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വിവരം കെട്ടവളൊന്നുമല്ല കൺമണി. എന്തായാലും അവൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ മാനസയാണെങ്കിൽ എന്തായാലും അവർ പോയ സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് അവരെ തിരിച്ച് ഞാൻ കൊണ്ടുവരുമെന്ന രീതിയിലൊക്കെ മാനസയും സംസാരിക്കുന്നു കേട്ടോ. പിന്നീട് കൃഷ്ണൻ കൺമണി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വഴിയിലൊരു സമരം നടക്കുക കേട്ടോ ചെയ്യുന്നത്. അതായത് ശമ്പള വർധനവ് എന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഫ്ലക്സ് ബോർഡൊക്കെ കാണുന്നത്. അങ്ങനെ എത്ര ഓണടിച്ചിട്ടാണെങ്കിലും ആ സമരക്കാർ അവിടുന്ന് പിന്മാറാനോ മാറി നിൽക്കാനോ തയ്യാറാവുന്നില്ല. എന്നാൽ കൃഷ്ണനും കൺമണിക്കാണെങ്കിൽ ആ മാപ്പ് നോക്കിയിട്ട് എത്തേണ്ട സ്ഥലം എത്തുകയും ചെയ്തു. പക്ഷെ അവരവിടുന്ന് കടത്തി വിടുന്നില്ല. അങ്ങനെ തന്നെ കൃഷി പോയിട്ട് അവരോടൊക്കെ ചൂടായി സംസാരിക്കുന്നു കേട്ടോ. ആ സമയത്തിന് സമരക്കാരും തന്നെ ഞങ്ങൾ തിരിച്ചു പോയില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. ആ സമയത്താണ് അവിടെ ഒരു ലേഡി വരുന്നത് കേട്ടോ. അവളാണെങ്കിലും വളരെയധികം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നത്. ഞങ്ങളിവിടെ സമരം ചെയ്യുന്ന കണ്ടില്ലേ, നിങ്ങൾക്ക് എ സി കാറിനകത്തിരുന്ന് സൂചിച്ചാൽ ഞങ്ങളെപ്പോലെ ഈ വിയർപ്പും അതുപോലെ തന്നെ ഈ ചൂടും ഏറ്റവും മഴ പെയ്യുന്ന ആൾക്കാരുടെ വിഷമവും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും കൺമണി വന്നിട്ട് ഇടപെടാട്ടോ ചെയ്യുന്നത്. സാർ ഇങ്ങോട്ട് വരും എന്നൊക്കെ പറഞ്ഞു. ഇല്ല കൺമണി, ഇവർ പോകാൻ സമ്മതിക്കുന്നില്ല. എന്ത് സംസാരം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് എന്തായാലും പോയല്ലേ പറ്റുള്ളൂ, അതെന്താ തിരിച്ചറിയാത്ത എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും കൺമണി പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഞാനും എൻ്റെ അച്ഛനും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ വന്നു പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും അവരെങ്ങനെയോ സഹതാപത്തിൻ്റെ പേരിൽ തന്നെ നിന്നോട് എനിക്ക് സഹതാപമുണ്ട്, പക്ഷേ നിൻ്റെ ഭർത്താവിന് തീരെ സഹതാപമില്ലല്ലോ എന്നൊക്കെ പറയുന്നു. എന്നാൽ ശരി, നിങ്ങൾക്ക് അറിയാത്തൊരു സ്ഥലമല്ലേ, എന്നാൽ കടന്നു പോകാൻ നോക്കുമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ അവർ തിരിച്ചു പോവുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ബംഗ്ലാവിൻ്റെ ഉള്ളിൽ എത്തുന്നുണ്ട്. ആ സമയത്തിന് ഇവിടെ ആരും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷി അവിടെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു സെർവൻ്റ് ഇറങ്ങി വരുന്നു. അങ്ങനെ സെക്യൂരിറ്റി ഇറങ്ങി വരിക കേട്ടോ ചെയ്യുന്നത്. സമരക്കാരുടെ പ്രതിനിധിയായിട്ടാണോ കയറി വന്നിരിക്കുന്നത്? ഒരിക്കലും ഇതിനകത്ത് കയറിയിട്ട് സംസാരിക്കാൻ നിങ്ങളോട് ആരാ പറഞ്ഞത്? എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ട് പറയുന്നു കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിവരം അറിയുന്നൊക്കെ ആ സ്ത്രീ പറയുന്നുണ്ട്. പക്ഷേ കൃഷി കൺമണി പറയുന്നുണ്ട് അവർക്കൊന്നും അറിയാത്തതുപോലെ നിൽക്കുവാണ്. അങ്ങനെ തന്നെ കൃഷി വന്നിട്ട് അവരോട് സംസാരിക്കുന്നു കേട്ടോ. ഞങ്ങൾക്ക് കാണേണ്ട ഒരാളുണ്ട്, അയാളെന്ന് കണ്ടാൽ മാത്രം മതിയെന്ന് പറയുന്നു. ദേവ് സാറാണ് ഞങ്ങളെ വിട്ടിട്ടുണ്ടായിരുന്നതെന്ന് പറയാം കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. അപ്പോൾ അവരോട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കൃഷ്ണൻ കൺമണി. അപ്പോഴത്തേനും നിങ്ങൾ കേണൽ സാറിനെ കാണാനായിട്ട് വന്നതാണല്ലേ ചോദിക്കുമ്പോൾ, കേണലോ അതാരാ എന്ന് പറയുന്നുണ്ട്. ഇവിടെ വന്നവരൊക്കെ അദ്ദേഹത്തെ കാണാനാണ്. അദ്ദേഹത്തെ ഇന്ന് കാണാൻ പറ്റില്ല, നാളെ ആവട്ടെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മണിക്ക് ശേഷം സാറിനെ കാണാൻ അനുവാദം ഇല്ല എന്ന് പറയുന്നു. ഞങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയില്ല. ദേവ് സാർ പറഞ്ഞു നിങ്ങളെയാണ് ഞങ്ങൾക്ക് കാണേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇപ്പം നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലായി, കാരണം ദേവ് സാർ ഞങ്ങളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് റൂമിൽ പോയി റെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഫുഡാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഫുഡൊന്നും വേണ്ടെന്ന് പറയുന്നു. എന്നുള്ളൊരു കാര്യം ചെയ്യും, റൂമിൽ പോയി റെസ്റ്റ് എടുക്കാമെന്ന് പറയുന്നു. അപ്പോൾ കൃഷി പറയുന്നു അത് ശരിയാ, റൂമിലൊന്ന് പോയി റെസ്റ്റ് എടുക്കുമ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ റൂം എവിടെയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്കായിട്ട് ഓരോരോ റൂമാണ്. സാർ എൻ്റെ കൂടെയും അതുപോലെ മേഡം ഇവളുടെ കൂടെയുമാണ് പോകേണ്ടതെന്ന് പറയുന്നു. അതെന്ത് പരിപാടിയാണ്? കേണൽ സാർ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് പൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഭാര്യയും ഭർത്താവായിട്ടുള്ള ഞങ്ങൾക്ക് റൂമില്ല, പക്ഷെ നിങ്ങൾക്ക് ഇനി ഉണ്ടാവും തോന്നുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ കല്യാണമൊക്കെ കഴിയട്ടെ അപ്പോൾ നോക്കാമെന്ന് പറയുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് നല്ലോണം അറിയാമെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണനും കൺമണിയും രണ്ടുപേരുടെ റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അതിനുശേഷം സുജുവിനെ കാണിക്കുന്നത്. സുജുവാണെങ്കിൽ നല്ല വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ സാഗർ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി സാഗർ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. കൃഷി കൺമണി എവിടെയാണ്? എന്തിനാണ് കൃഷി കൺമണിയെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്? അവർ കമ്പനിയിലെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയതാണ് സുജു, വേറെ കാര്യങ്ങളൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല. സാഗർ പോയ പോലെയല്ലോ തിരിച്ചു വന്നിരിക്കുന്നത്. ദേവ്ജി സാഗറിനെ പറഞ്ഞ് മയക്കിയെന്ന് ചോദിക്കുന്നുണ്ട്. ദേവ് സാർ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്. കൺമണി ഒരു പാവം കുട്ടിയാണ്. അവൾ എന്തായാലും നമ്മുടെ മോനെ വശീകരിക്കാനൊന്നും നോക്കില്ല. അതിന് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല സുജു. സാഗർ ഈ പറയുന്നത് എന്തായാലും മാനസിക ആവശ്യമില്ല, കൺമണിയെ തന്നെ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ടാണ് എന്തായാലും
നമ്മൾ വിചാരിച്ച പോരുന്നല്ല. ദേവ് സാർ പറഞ്ഞ കാര്യം ഞാൻ വേണമെങ്കിൽ പറയാം. എന്തായാലും കൺമണിക്ക് ബുദ്ധിയുള്ള കുട്ടിയാണ്, അവൾ എന്ത് വിചാരിച്ചാലും നടക്കുമെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ സുജുവിനും. അപ്പോൾ സുജുവിനും ഒരുപാട് ദേഷ്യം വരിക ചെയ്യുന്നത്. ഞാൻ അവളെ മകളെപ്പോലെ സ്നേഹിച്ചു, ഇനി അങ്ങനെ സ്നേഹിക്കാനൊന്നും പോകണില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവളെ എൻ്റെ മരുമകളായിട്ട് കാണാൻ എനിക്ക് സാധിക്കില്ല, അത് മാനസിക തന്നെ പറ്റുള്ളൂ. പിന്നെ മാനസ ഇവിടെ നിൽക്കുന്നത് മാത്രമല്ല, ജയമോഹൻ അങ്ങ് ജർമ്മനിയിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് സാഗറിന് അറിയാലോ. അത് മാനസയ്ക്ക് വേണ്ടിയാണ്, കൃപമ്മയുടെ അടുത്ത് നിൽക്കേണ്ട കാര്യമില്ല അല്ലാതെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും മറക്കരുത് സാഗർ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സാഗറിന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നാലും സുജിനെയും കൂടി പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നാണ് തോന്നുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് കഴിയുന്നത്. ഇനി പ്രൊമോ ആയിട്ട് കാണാം കേട്ടോ.